ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രധാനമന്ത്രി നയൻ ഷുവാൻ ഫുക്കുമായുള്ള വെർച്വൽ കൂടിക്കാഴ്ച നാളെ. ഉഭയകക്ഷി ആഗോള പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകും. ഇന്ത്യ വിയറ്റ്നാം നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാവി വികസനത്തിന് തുടക്കം കുറിക്കാൻ ചർച്ച വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 13-ന് ഇരു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും കോവിഡ് പ്രതിസന്ധി വിഷയം സംബന്ധിച്ച് ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 5711 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4471 പേർ രോഗമുക്തി നേടി. 30 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. 10.6% രോഗസ്ഥിരീകരണ നിരക്ക്. ഏറ്റവും കൂടുതൽ പേരിൽ രോഗം കണ്ടെത്തിയത് കോട്ടയം ജില്ലയിലാണ്. ഇന്ന് 905 പേർക്ക് രോഗം സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിൽ രോഗസ്ഥിരീകരണ നിരക്ക് 19% ഉയർന്നു. 61,604 പേരാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. രാജ്യത്ത് കഴിഞ്ഞ 21 ദിവസമായി പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 40,000-ൽ താഴെയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ ദിവസം 26,624 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും 29,690 പേർ രോഗമുക്തരാകുകയും ചെയ്തു. ഇതോടെ കോവിഡ് മുക്തി നിരക്ക് 95.51% ഉയർന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം 341 മരണം കൂടി സ്ഥിരീകരിച്ചു. 1.45% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 7,67,00,000-ലേറെ പേർക്ക്. ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ഇപ്പോൾ 72 ലക്ഷത്തിലേറെ പേർ ചികിത്സയിലുണ്ട്. ബ്രസീൽ, റഷ്യ, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രതിദിനം 20,000-ലേറെ പുതിയ കോവിഡ് കേസുകളാണ് കണ്ടെത്തുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊല്ലം ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 000 ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. രോഗബാധ, രോഗവ്യാപനം, രോഗം മൂലമുള്ള മരണം എന്നിവ 0-ലേക്ക് എത്തിക്കുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. ഇതിനായി കോവിഡ് സ്ഥിരീകരണ നിരക്ക് അടിയന്തരമായി കുറയ്ക്കണമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത 3 മാസത്തിനുള്ളിൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്നും കോവിഡ് ആശുപത്രികളും CFLTCകളും പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്ന് 601 പേർക്കെതിരെ കേസെടുത്തു. 219 പേർ അറസ്റ്റിലായി. 14 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 1964 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് കോർപ്പറേഷൻ പ്രദേശത്ത് കണ്ടെത്തിയ ഷിഗല്ല രോഗബാധ നിയന്ത്രണ വിധേയമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജലത്തിലൂടെയാവാം രോഗം പകർന്നതെന്നാണ് പ്രാഥമിക വിവരം. ഷിഗല്ലയ്ക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഷിഗല്ല, ഈക്കോളി തുടങ്ങിയ ബാക്ടീരിയകൾ വെള്ളത്തിലൂടെയാണ് മിക്കവാറും മനുഷ്യ ശരീരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഷിഗല്ല മനസ്സിലാക്കിയ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കൈകൾ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചാറ്റിയിട്ട് മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പാലിച്ചാൽ നമുക്ക് ഷിഗല്ലയെ അകറ്റാൻ സാധിക്കും. ISLൽ മുംബൈ സിറ്റി എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഹൈദരാബാദ് FCയെ പരാജയപ്പെടുത്തി. ഇപ്പോൾ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 1 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കൌൺസിലുകളിലും രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30-ന് ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് ജില്ലാ കളക്ടർ നേതൃത്വം നൽകും. തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കർശന കോവിഡ് മാനദണ്ഡം പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവ്ജോത് ഖോസ പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും BJP മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കോഴിക്കോട് ജില്ലയിൽ നിന്നും വിജയിച്ച NDAയുടെ തദ്ദേശ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക തെരഞ്ഞെടുപ്പ് ആയതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനുള്ള അംഗീകാരമായി വിലയിരുത്തുന്നത് ശരിയല്ലെന്നും സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് വിലയിരുത്തുകയെന്നും
ശ്രീ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ എണ്ണത്തിലും വോട്ടിന്റെ എണ്ണത്തിലും എൻഡിഎയ്ക്ക് വർധനയുണ്ടായെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബിജെപിയെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഇരു മുന്നണികളും സഖ്യമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നതായും ഇതിനെതിരെ ശക്തമായ പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ഏത് ചുമതല നൽകിയാലും ഏറ്റെടുക്കുമെന്ന് കെ മുരളീധരൻ എം പി. കോൺഗ്രസിൽ നേതൃമാറ്റമല്ല, കൂട്ടായ പരിശ്രമമാണ് വേണ്ടതെന്നും യുഡിഎഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗ് അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് ഈ മാസം 27-ന്. ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പുകൾ വഴിയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ മുഖേനയോ അറിയിക്കാം. ഈ മാസം 24-നാണ് ആശയങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ അഭ്യർത്ഥന പ്രകാരം രാഷ്ട്രപതി ബിന്ധ്യാദേവി ഭണ്ഡാരി പാർലമെന്റ് പിരിച്ചുവിട്ടു. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഏപ്രിൽ 30, മെയ് 10 എന്നീ തീയതികളിൽ നടക്കുമെന്നും രാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്നു രാവിലെ പ്രധാനമന്ത്രി ശർമ്മ ഒലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗമാണ് പാർലമെന്റ് പിരിച്ചുവിടുന്നത് സംബന്ധിച്ച് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചത്. 2017 നിലവിൽ വന്ന പാർലമെന്റിൽ 275 അംഗങ്ങളുണ്ട്. ഈ മാസം 26-ന് ശേഷം ശബരിമലയിൽ ദർശനത്തിന് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് COVID-19 RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു. 48 മണിക്കൂറിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റാണ് കയ്യിൽ കരുതേണ്ടത്. ഈ മാസം 31 മുതൽ ജനുവരി 19 വരെയുള്ള മകരവിളക്ക് ഉത്സവകാലം കൂടി കണക്കിലെടുത്താണ് നടപടി. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയ അഴീക്കലിൽ മിനി ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൈമോശം വന്ന കാർഷിക സംസ്കൃതിയെ ദീർഘവീക്ഷണത്തോടെയുള്ള കർമ്മ പദ്ധതികളിലൂടെ തിരിച്ചുകൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ നടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് എഴിപ്പുറം ഗുരുനാഗപ്പൻ പുഞ്ചപ്പാടത്തിൽ ആരംഭിച്ച നെൽകൃഷിയുടെ കൊയ്ത്തു മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോവിഡിന്റെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും പ്രതിസന്ധികൾക്കിടയിലും 1 ലക്ഷത്തിനു മുകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് 100 ദിന കർമ്മ പരിപാടികൾ ഫലപ്രാപ്തിയിലെത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും മന്ത്രി പറഞ്ഞു. സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. പവന് 37,440 രൂപയും ഗ്രാമിന് 4,680 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കേന്ദ്ര സംരക്ഷണത്തിനുള്ള സ്മാരകങ്ങളും പ്രദേശങ്ങളും സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കി. ഇതു സംബന്ധിച്ച പുതുക്കിയ മാതൃകാ പ്രവർത്തനചട്ടം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തിറക്കി. സ്മാരകങ്ങളിലെ പ്രതിദിന സന്ദർശകരുടെ എണ്ണം സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റിന് തീരുമാനിക്കാവുന്നതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം എന്നിവ നിർദ്ദേശിക്കുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കണം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക സംഘം കേരളത്തിൽ പര്യടനം ആരംഭിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആതിഫ് റഷീദിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് സംഘം കേരളത്തിൽ എത്തിയത്. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്ന മലപ്പുറം പൊന്നാനിയിലെ വിദ്യാലയങ്ങൾ സംഘം സന്ദർശിച്ചു. സന്ദർശനം മറ്റന്നാൾ അവസാനിക്കും. ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോണിന്റെ 2ാം പതിപ്പ് ഈ മാസം 31-ന് അവസാനിക്കും. കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു ഈ മാസം 7-നാണ് സൈക്ലത്തോൺ ഉദ്ഘാടനം ചെയ്തത്. താൽപര്യമുള്ളവർ ഫിറ്റ് ഇന്ത്യ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ദീർഘദൂര സൈക്ലിംഗ് നടത്തിയ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങൾ വഴി അപ്ലോഡ് ചെയ്യണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.